ഹലോ, ഇന്നത്തെ പണി ഈ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. ആകെ പച്ചപ്പൊക്കെ നിറഞ്ഞ് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ രണ്ടായി ഒരു മീൻ ചത്തുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വന്നു. ആകെ പച്ചപ്പ് പിടിച്ച് ഒരു വൃത്തിയില്ലാണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കിതിനെ ക്ലീൻ ചെയ്യാനാണ് പോണത്. ഈ പായൽ വെച്ചിട്ടേ നമ്മുടെ ഫിഷ് ടാങ്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് നിറച്ച് പായൽ ഇപ്പോൾ എല്ലാവിടെയും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മതിലുമ്പഴും ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നിടത്താണ് ഇവിടെ നിറച്ച് പായൽ. അപ്പോൾ ആ പായലിൻ്റെ ഒരു ബെഡ് പോലെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കുറേ ഇങ്ങനെ വിട്ട് പോവുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഫിഷ് ടാങ്കിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനിങ്ങനെ കുത്തി എടുത്തു കഴിഞ്ഞാൽ കണ്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടും. അത് നമുക്ക് ഫിഷ് ടാങ്കിൽ വെക്കാനാണ് കേട്ടോ. ഇതിങ്ങനെ വെക്കാനായിട്ടേ നമ്മളിങ്ങനെ മണലിങ്ങനെ കുറേ കഴുകി ഇങ്ങനെ സൈഡിലിങ്ങനെ കുന്നു പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലാകുമ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ശരിക്കും അതിൽ പിടിച്ചിരിക്കും. അതിന് വേണ്ടി ഇങ്ങനെ മണലയിലിങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് ഉണ്ടോ. ഈ മണലിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതിയെന്ന്. അവിടെയൊക്കെ ഫില്ല് ചെയ്യാം, മണലുള്ളിടത്തൊക്കെ. ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചതിൽ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ കേട്ടോ. ഇപ്പോൾ നമ്മളിത് വെക്കണ കാരണം ഈ വെള്ളം ഒന്ന് കലങ്ങിയിരിക്കുകയാണ്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് വെള്ളം ക്ലിയർ ആവും. മൊത്തം ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇങ്ങനെ ഓരോ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ നിരത്തി കൊടുക്കുക കേട്ടോ. അവിടെ സെറ്റായിട്ടിരുന്നോളൂ. ഇത് അങ്ങനെ ഇളകി പോകുന്നില്ല. നമ്മൾ വെക്കണോടത്ത് തന്നെ അതിരിക്കും. ഒക്കെ വിട്ട് പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. എങ്ങനെ വിട്ടാലും അതിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇങ്ങനെ വെച്ച് കൊടുക്കുക എല്ലാവിടെയും. എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇത് പുറത്തുള്ളൊരു ടാങ്കാണ് കേട്ടോ. അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു ടാങ്കാണ് കേട്ടോ. ഇതിൽ നിറച്ച് മീനുകളുണ്ട്. ഗപ്പിയുണ്ട്, നിറയെ ഉണ്ട് കേട്ടോ മീനുകൾ. ഇപ്പോൾ എൻ്റെ ഉള്ളിലായത് കൊണ്ട് കാണുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ ചില്ല് ടാങ്കിലേക്ക് നമുക്ക് ഈ വാട്ടർ ക്യാബേജ് അതിൽ കുറേ കിടക്കുന്നുണ്ട്. അത് നമുക്ക് അതിൽ കുറച്ച് കൊണ്ടുവരണം. ഇതിലാകുമ്പോൾ പിന്നെ കുറേ ഇങ്ങനെ തിങ്ങിക്കൂടി ഉണ്ടാവും ചെടികൾ. ഈ പെന്നിവാട്ടം അതൊക്കെ അതിൽ നിറഞ്ഞു ആകെ. എന്നാലും ഇതിൽ ഇങ്ങനെ തിങ്ങി കിടക്കണ കാരണേ മീനുകൾ നിറയെ ഉണ്ട്. മേളിൽ കിടക്കുന്നുണ്ട്. പായലിൻ്റെ പേര് വാട്ടർ ക്യാബേജ് എന്നാണ്. പിന്നെ ഈ അടിയിലുള്ള ഈ പൂപ്പൽ, പിന്നെ ഷാർക്ക് ഉണ്ട്, പിന്നെ കോയി ഉണ്ട്, പിന്നെ പ്ലാറ്റി ഉണ്ട്, പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. പിന്നെ ഈ കുഞ്ഞ മീനുകൾ കാണുന്നുണ്ട്. ഞങ്ങൾ പാടത്തുനിന്ന് പിടിച്ചേക്കണ്ട കേട്ടോ. നമ്മൾ പായലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ടാങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ കിണറ്റിൽ വെള്ളമൊക്കെ കുറച്ച് മഴ പെയ്തിട്ട് ഇങ്ങനെ കലങ്ങി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഇത്തിരി ക്ലിയർ കുറവായിട്ടിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിയിൽ നല്ല പച്ചപ്പാണ് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ.